വീണ വിജയൻ 1,72,00,000 രൂപ അനധികൃതമായി വാങ്ങിയിരുന്നു. അതൊരു സേവനവും കൊടുക്കാതെ ആയിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഫൈൻഡിങ്സ്. പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പം 3 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം തീർക്കാതിരിക്കാൻ മോഡി സർക്കാർ തന്നെ ഒരു തന്ത്രമാണ്. മോഡി സർക്കാർ തന്നെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ മോഡി സർക്കാരിന് എത്ര വേണ്ടപ്പെട്ടവനാണ്. ഈ കള്ളം പറയാൻ മടിയുള്ള ആളല്ല ഇയാൾ. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? LP സ്കൂൾ അധ്യാപികയായിരുന്ന തൻ്റെ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അത് ശുദ്ധ അസംബന്ധവും നട്ടാൽ കുരുക്കാത്തതൊന്നുമില്ല. കാരണം ഈ ചെറിയ തുക കൊണ്ട് ഇന്ത്യയിലെ IT ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂരിൽ പോയി ബിസിനസ് നടത്താൻ ആർക്കാണ് കഴിയുക? അതെ. പിണറായി വിജയന് ഗൾഫിലുള്ള ബിസിനസ് സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും പിണറായി വിജയൻ്റെ പണം പാർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, അത് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മകനാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ. സാർ, പിണറായി വിജയൻ്റെ മകൾ വീണ മുഹമ്മദ് റിയാസിൻ്റെ മാസപ്പടി കേസ്, അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് 8 മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നുമാണ് ഇന്നലെ ഉത്തരവിട്ടത്. ഇതെങ്ങോട്ടായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ പോക്ക്? ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം, അതായത് 12/6/2023 ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വരുന്നത്. അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായിരുന്നു. ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെൻറ്റിനകത്ത് തന്നെ വീണ വിജയൻ 1,72,00,000 രൂപ അനധികൃതമായി വാങ്ങിയെന്നും അതൊരു സേവനവും കൊടുക്കാതെ ആയിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഫൈൻഡിങ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈൻഡിങ് ഉള്ള സാഹചര്യത്തിൽ തന്നെ ഇവർക്കെതിരായിട്ട് അടുത്ത നടപടിയിലേക്ക് പോകാമായിരുന്നു. ഒരു അറസ്റ്റ് ചെയ്യുകയോ ഒരു ചോദ്യം ചെയ്യുകയോ അതിനകത്തേക്കൊക്കെ പോകാമായിരുന്നു. അത് പോയില്ല. അത് പോകുന്നതിന് പകരം 7 മാസക്കാലം നീട്ടിവെച്ചിട്ട് 12/1/2024 ROC ഇതിനകത്ത് അന്വേഷണം തീരുമാനിക്കുന്നത്. അത് തന്നെ 4 മാസം എന്നാണ് പറഞ്ഞത്. ആ 4 മാസം എന്ന് പറയുന്നത് മെയ് ആണ്. സ്വാഭാവികമായും അന്വേഷണം മെയിൽ തീരുമ്പോഴത്തേക്കും പിണറായി വിജയൻ കോടതി പോകും. കാരണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഇലക്ഷൻ നടക്കുകയാണ്, മാറ്റി വെക്കണമെന്ന് പറയും. അതങ്ങനെ മാറ്റി വെച്ച് പോകും. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ, SFIO എന്നങ്ങണ്ടാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവർ ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതി ചെല്ലുന്നു. ഹൈക്കോടതിയിൽ ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലാണ് പോയത്. അയാൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് നീതിപൂർവ്വമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജഡ്ജാണെന്നുള്ളതാണ് പൊതുവിലുള്ള ധാരണ. അല്ല, പല വിഷയങ്ങളിലും സർക്കാരിനെതിരായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം കൈക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായി ആ ബെഞ്ചിൽ വന്നപ്പോഴത്തേക്ക് ആ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഇയാൾ കർശനമായിട്ട് എന്തായി ഇതിൻ്റെ കാര്യങ്ങൾ, എപ്പോഴാണ് സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അത് വ്യാപകമായി ചർച്ചയായി. ഇപ്പോൾ എന്താ പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നോ നാളെയോ മറ്റോ ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിൽ ഈ കേസ് വീണ്ടും വരാനിരിക്കുകയായിരുന്നു. അതായത് എക്സാലോജിക്കിൻ്റെ കേസ്. ആ കേസ് അവിടെ വരാനിരിക്കെ ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം പറഞ്ഞ് വന്നിരിക്കുന്ന വാർത്തയിൽ SFIOയുടെ അന്വേഷണം 8 മാസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, എന്തിനാണ് ഇത്രയും ക്ലിയർ എവിഡൻസ് ഉള്ള ഒരു കേസിൽ 8 മാസം കാലാവധി? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് എവിഡൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു, ഫൈൻഡിങ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ? ഈ കേസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിൽ വരുമ്പോൾ ദേവൻ രാമേന്ദ്രൻ പറയുകയാണ് ഈ കേസിൽ 3 മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണം എന്ന് പറഞ്ഞൊരു വിധി ദേവൻ രാമേന്ദ്രൻ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി ഇലക്ഷന് മുമ്പ് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കേണ്ടി വരും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് SFIOയുടെ അന്വേഷണം 8 മാസം കഴിഞ്ഞ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ വാദം. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം ഹൈക്കോടതിയിൽ ദേവൻ രാമേന്ദ്രൻ ഇത് 3 മാസത്തേക്ക് ഉള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തീർക്കേണ്ടി വരും. അപ്പോൾ 3 മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കാതിരിക്കാൻ മോഡി സർക്കാർ തന്നെ ഒരു തന്ത്രമാണ്. മോഡി സർക്കാർ തന്നെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ
പിണറായി വിജയൻ മോഡി സർക്കാരിന് എത്ര വേണ്ടപ്പെട്ടവനാണ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിയുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, CPM-ൽ പോലും പിണറായി വിജയൻ ഇത്രയും നീതി കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതിനപ്പുറത്തെ നീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയന് കൊടുക്കുന്നത്. അപ്പോൾ തമ്മിലുള്ള ഒത്തുകളി ഇതിൽ നിന്ന് പ്രകടനം. അല്ല, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ആ പക്ഷക്കാരനാണ് ഞാനും. ഈ കേസിലൊന്നും സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ലാവ്ലിൻ കേസ് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോലും 39 തവണ നീട്ടിവയ്പ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ പറയുന്ന അത് BJP സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ കേസ് അവർക്ക് നിസ്സാരമാണ്. അതാണല്ലോ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ പറഞ്ഞതും. CBI അന്വേഷണം വന്നിട്ട് നടന്നില്ല, പിന്നെയാണ് ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് അദ്ദേഹം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലാവ്ലിൻ കേസ് നമ്മൾ എടുക്കുക. ലാവ്ലിൻ കേസിൽ 2017 തുടക്കത്തിലും മറ്റുമാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് ജസ്റ്റിസ് P. ഉബൈദിൻ്റെ ബെഞ്ചിൽ നിന്നുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അതിനെതിരെ 2017 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI സുപ്രീം കോടതി പോകുന്നത്. 2018, 19, 20, 21, 22, 23 6.5 വർഷക്കാലമായിട്ട് ഒരൊറ്റ തവണ പോലും ഇതൊരു ഏർലി ഹിയറിംഗ് നടത്തി തീർക്കേണ്ട കേസാണ് എന്ന് CBI പറഞ്ഞിട്ടില്ല. അതിൽ 39 തവണ എന്ന് സുമേഷ് പറഞ്ഞത് 39 തവണ ബെഞ്ചിൽ വന്ന് മാറിയത്. ബെഞ്ചിൽ വരാതെ രജിസ്ട്രി കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തും ഏതാണ്ട് ഒരു 20-25 തവണ. അല്ല, CBIയുടെ അഭിഭാഷകൻ തന്നെ പലപ്പോഴും അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഒരൊറ്റ തവണ പോലും ഏർലി ഹിയറിംഗ് വന്നിട്ടില്ല. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറനെ ഈ കഴിഞ്ഞ ദിവസമാണ് ED അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED 5 തവണ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 5 തവണ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ 6-ാമത്തെ തവണ അറസ്റ്റ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. പോയിന്റ് എന്താണ്, ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ കാര്യത്തിലായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലായാലും ഒരു വിധത്തിലുള്ള തെളിവുകളുമില്ല. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനാണെങ്കിൽ 9 മണിക്കൂർ CBI ചോദ്യം ചെയ്തതാണ്, എന്നിട്ടും ഒരു തെളിവും കിട്ടിയില്ല. ആ തെളിവ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണല്ലോ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു, ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി ED നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിണറായി വിജയനെതിരെയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെയും സരിത്തിൻ്റെ ആരോപണങ്ങളുണ്ട്. ഈവൻ ശിവശങ്കറിൻ്റെ പോലും പരോക്ഷമായ ചില ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ കുരുക്കുന്നതാണ്. ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. ഡോളർ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പണം മേടിച്ചു എന്ന് സംബന്ധിച്ച രേഖകളുണ്ട് എന്നുള്ള ഫൈൻഡിങ് ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലുള്ളതാണ്. ഇത്രയും ആരോപണങ്ങൾ പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് പോകട്ടെ, 10 ചോദ്യം പോലും പിണറായി വിജയനോട് ചോദിക്കാൻ ഒരു അന്വേഷണ ഏജൻസികൾക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്താണ്, ജനുവരി 4-ാം തീയതി തേക്കുംകാട് മൈതാനത്ത് മഹിളാ മോർച്ചയുടെ പരിപാടിക്ക് മോഡി വന്നിരുന്നു. വന്നപ്പോൾ മോഡി എന്താ പറഞ്ഞത്, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് എന്ന് ആരാ പറഞ്ഞത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഈ അന്വേഷണ ഏജൻസികൾ മുഴുവനുള്ളത്. ഈ അന്വേഷണ ഏജൻസികളാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ആ ഒരു പരാമർശം ഒരു വിരട്ടലല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിരട്ടിയത് കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ED ആണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ED ആണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള EDയും CBIയുമാണ് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത്. അവരാണ് എല്ലായിടത്തും DK ശിവകുമാർ മുതൽ P. ചിദംബരം മുതലുള്ള എല്ലാ ആളുകളെയും ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെതിരെ ഞാൻ പറയുന്നത് ഒരു 10 ചോദ്യം പോലും ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് 100% ഉറപ്പല്ലേ ഇവർ തമ്മിലുള്ള അന്തർധാര? ഇത് അന്തർധാര എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പരസ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, അതുപോലെ തന്നെയാണ് എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇന്നലെ നിയമസഭയിൽ വളരെ വികാരാധീനനായി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. കാരണം എൻ്റെ ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ട് എൻ്റെ മകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ബാംഗ്ലൂരിൽ പോയൊരു കമ്പനി കരുതുന്നുണ്ടോ? അതായത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക വിരമിക്കുമ്പോൾ ഒരു 10 കമ്പ്യൂട്ടർ വാങ്ങാനുള്ള പണം പോലും കിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഒരു IT കമ്പനി? നമ്മൾ സത്യത്തിൽ ഈ മുഖ്യമന്ത്രി
എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യന്, ആരും ആയിക്കൊള്ളട്ടെ, അയാൾക്ക് എത്രത്തോളം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒരു അധപ്പതനത്തിൻ്റെ പാതാളക്കുഴി. ഇവിടെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ലാവ്ലിൻ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലാവ്ലിൻ കമ്പനിയെ ഈ ടെൻഡറിൽ പങ്കെടുക്കാതെ അവരിയ്ക്കുന്നതിന് പകരമായി അവർ മലബാർ ക്യാൻസർ സെൻറ്റർ തുടങ്ങാൻ 100 കോടി രൂപ തരുമെന്ന് പറഞ്ഞ് പ്രപ്പോസൽ വന്നു. ടെൻഡറിൽ ഞങ്ങളെ മാറ്റാൻ അതിന് പകരം. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നപ്പോഴത്തേക്ക് അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന എസ് വരദാചാരി ഉണ്ടായിരുന്നു. ആ വരദാചാരി ചോദിച്ചു, ഇതെന്തൊരു അസംബന്ധമാണ്, കാരണം ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് 100 കോടി രൂപ ഞാനൊരു സ്ഥലത്തും കേട്ടിട്ടില്ലല്ലോ എന്ന് എസ് വരദാചാരി പറഞ്ഞപ്പോൾ വരദാചാരിയുടെ തല പരിശോധിക്കണം എന്ന് അന്ന് ഊർജ്ജ വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫയലിൽ എഴുതിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഫയൽ പക്ഷേ CBIക്കാരെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തോ കത്തിച്ച് കളയും മറ്റും ചെയ്തു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇയാളുടെ ഈ പ്രസ്താവനയുടെ ഭാഗമായി ഇയാളുടെ തല പരിശോധിച്ചാൽ പോലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമനില തെറ്റിയ പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോഴത്തേക്ക് ഇയാൾ കൈമലത്തി. ആ സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ആളാണ്. ആ സ്വപ്ന സുരേഷ് ഒന്നിലധികം തവണ താൻ എവിടെയൊക്കെ വെച്ച് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവർ പറഞ്ഞു ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ വീണ വിജയൻ, CM രവീന്ദ്രൻ, പിന്നെ ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഒട്ടനവധി തവണ മുഖ്യമന്ത്രിയായിട്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു മറുപടിയും അയാൾ പറഞ്ഞിട്ടില്ല. മകളുമായിട്ട് ഉള്ള മീറ്റിങ്ങുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി ചുമ എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു. ഈ ആരോപണങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഇഷ്ടംപോലെ തവണ ക്ലിഫ് ഹൗസിൽ അവർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത് എത്ര പൊട്ടത്തരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കള്ളം പറയാൻ മടിയുള്ള ആളല്ല ഇയാൾ. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? LP സ്കൂൾ അധ്യാപികയായിരുന്ന തൻ്റെ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അത് ശുദ്ധ അസംബന്ധവും നട്ടാൽ കുരുക്കാത്തൊന്നുമില്ല. കാരണം ഈ ചെറിയ തുക കൊണ്ട് ഇന്ത്യയിലെ IT ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂരിൽ പോയി ബിസിനസ് നടത്താൻ ആർക്കാണ് കഴിയുക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2014 ഇവർ എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൺ പേഴ്സൺ കമ്പനി ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്ന സമയത്ത് ഒരു പൈസയുടെ പോലും വിറ്റുവരവ് ഇവർക്ക് ടേൺ ഓവർ ഇവർക്ക് ഇല്ലാതിരുന്ന സമയത്ത് ധനലക്ഷ്മി ബാങ്ക് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞ ഈ വിറ്റുവരവൊക്കെ ഉള്ള കമ്പനികൾക്കാണല്ലോ. ഒരു വിറ്റുവരവ് ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് 50 ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആ രേഖ വെച്ചുകൊണ്ട് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? അച്ഛനായതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ആരൊക്കെ കൊടുത്തിട്ടുണ്ട്? ഊരാളുങ്കൽ കൊടുത്തിട്ടുണ്ട്. CMRL കമ്പനി അയാളുടെ പിന്നെ എന്താണ് കർത്താവിൻ്റെ ഭാര്യ നടത്തുന്ന എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അവർ പണം കൊടുത്തിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? സാന്റാ മോണിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോടികൾ അല്ല, സാന്റാ മോണിക്കയുടെ MD ആണല്ലോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പം കോടികൾ പല മേഖലകളിൽ നിന്നും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെങ്ങോട്ടാണ് പോയെന്നറിയോ? RP ഇൻഫോടെക് എന്ന് പറഞ്ഞ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ഇവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ സ്ഥാപിത താല്പര്യക്കാരുടെയും വലിയ കോർപ്പറേറ്റുകളുടെയും ഒക്കെ കോടികൾ വാങ്ങിയിട്ടുള്ള ഈ സ്ത്രീ അവരുടെ മകളായിരിക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ സമനിലയിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യാൻ കഴിയുക? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 2004 2005 ഈ വീണ വിജയൻ്റെ പിന്നെ സഹോദരനായിട്ടുള്ള വിവേക് തായ്ക്കണ്ടി, പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ. ആ മകന് 2004 2005 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആദ്യ വർഷത്തെ ഫീസായിട്ടുള്ള അടച്ചിട്ടുള്ള തുക 42 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ കാലത്ത്. 2004 2005, അതായത് 20 വർഷം മുൻപ്. അതായത് ജി ശക്തിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു കൊണ്ടുവരികയും അത് സാക്ഷാൽ VS അച്യുതാനന്ദൻ തന്നെ അത് കത്തിലൂടെ പോളിറ്റ് ബ്യൂറോ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാരുടെ പൈസയാണ്? അത് ആരുടെ പെൻഷൻ? ഇയാളുടെ ഭാര്യയുടെ അമ്മയുടെ വല്ല പെൻഷൻ തുകയായിരുന്നു 42 ലക്ഷം രൂപ. മനസ്സിലായി? അപ്പോൾ അത് 2004 കാര്യമാണ് ഞാൻ പറയും. അത് വലിയ കുത്തകകൾ വലിയ ബിസിനസ്സുകാർ അടച്ചു എന്നുള്ള നിലയിൽ ജി ശക്തിധരൻ പരസ്യമായി പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായി? ഇങ്ങനെ എല്ലാം ചെയ്യില്ല. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇത്രയും അഴിമതി നടത്തിയ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇതുപോലെയൊക്കെ ചെയ്തിട്ട് എൻ്റെ കൈ ശുദ്ധമാണെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ
അയാളെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാനും ദുഃഖിക്കാനും എന്നുള്ളതല്ലാതെ പാർട്ടി അണികൾക്കും പിന്നെ പാർട്ടി ഭാരവാഹികൾ പിന്നെ അഭ്യുദയകാംക്ഷികൾക്കും വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും പൊതുമണ്ഡലങ്ങളിലുള്ളതാണ്. ഇതിൻ്റെ വിവരങ്ങൾ പൊതുമണ്ഡലത്തിലുള്ളതാണ്. ഞാൻ തന്നെ ഇവരെ എന്തുകൊണ്ട് ഇ ഡി ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ആദ്യ വീഡിയോ ചെയ്തത് 2 വർഷം മുമ്പാണ്. മനസ്സിലായി? ഇയാളുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇതൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നിരിക്കെ എൻ്റെ കൈ ശുദ്ധമാണെന്ന് പറയണമെങ്കിൽ അയാൾക്ക് കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലെ പറയാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങളും രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള ഒരാളാണ് താങ്കൾ, പതിറ്റാണ്ടുകളുടെ. അപ്പോൾ പിണറായി വിജയനെ താങ്കൾക്ക് പതിറ്റാണ്ടുകളായി അറിയുകയും ചെയ്യാം. പലരും പറയുന്നു പിണറായി വിജയൻ ഈ മകൾക്ക് വേണ്ടിയാണ് ഇത്തരം അഴിമതികൾക്ക് കൂട്ടുനിന്നത്. അദ്ദേഹം ഈ മകൾ വളർന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ മകളുടെ ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ടതും ഈ ഒരു കുരുക്കിൽ ഇതുപോലുള്ള കുരുക്കുകളിൽ ചെന്നപ്പെട്ടതും. അതിനു മുമ്പ് അദ്ദേഹം ആദർശധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല. ഞാനത് സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം പറയാം. ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് CPM-നകത്ത് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഭരതൻ, പുത്തലത്ത് നാരായണൻ, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പല ഘട്ടങ്ങളിലായി CPM വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ വിട്ടുപോയ അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് CPM-ലേക്ക് വന്ന 2ാം തരവോ അല്ലെ 3ാം തരവോ നമ്മൾ തിരിവെന്ന് പറയില്ലേ, അതുപോലുള്ള നേതാക്കന്മാരാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ. VS ആണ് പോയി പൊക്കിക്കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ അവിടെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പോയി. ഭരതൻ പോയി, ഉത്തരത്ത് ദിനേശ്, അങ്ങനെയുള്ള പല ആളുകളുണ്ട്. അവരെല്ലാവരും രാഘവനുമായി ബന്ധപ്പെട്ട് പോയി. അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മാങ്ങയുടെയൊക്കെ കൊട്ടയ്ക്കകത്ത് നല്ലതൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചിലത് ചീഞ്ഞതും പുളിച്ചത് കിടക്കുക, അതുപോലെ കിട്ടിയതാണ് കോടിയേരി ബാലകൃഷ്ണനെയും പിണറായി വിജയനെയും. മനസ്സിലായോ? ഈ പിണറായി വിജയൻ എങ്ങനത്തെ ആളാണെന്നുള്ളത് 1998 തന്നെ നമ്മൾ കണ്ടതാണ്. ലാവ്ലിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മനസ്സിലായി? അപ്പം ഇവർക്കൊന്നും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ഒരു മൂല്യാധിഷ്ഠിത നിലപാടൊന്നുമുള്ള ആളെയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യമുണ്ട്, മകളുടെ കാര്യം. മകളെക്ക് വേണ്ടിയാണോ ഇയാൾ അഴിമതി നടത്തിയെന്നുള്ളതല്ല, മകൾക്ക് പ്രായപൂർത്തിയായതിനെ തുടർന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും മകളാണ് എന്നുള്ളതും, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചതും മകളാണ് എന്നുള്ള കാര്യം പുറത്തു പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നറിയാമോ? മാസ്റ്റർ ബ്രെയിനാണ് പിണറായിയുടെ മകളെന്നാണ്. വീണ വിജയൻ ഈസ് ദ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അവരാണ് എങ്ങനെയാണ് പൈസ ഉണ്ടാകുക. അവർ അതായത് പിണറായി വിജയനും ഭാര്യയും സ്വപ്നയും CM രവീന്ദ്രനും ശിവശങ്കരനും ഒക്കെയുള്ള യോഗത്തിൽ വെച്ച് പണം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ജെനിസിസ്, അതിൻ്റെ ഒരു വിത്തിട്ട് കൊടുക്കുന്നത് ഇയാളുടെ മകളാണെന്നാണ്. ആ വിത്ത് മുളപ്പിച്ച് വലിയ പ്രപ്പോസലാക്കി കൊണ്ടിരുന്ന ആളായിരുന്നു ശിവശങ്കരൻ. മനസ്സിലായോ? എന്നിട്ട് അത് പിണറായിക്കായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം തുടക്കം, ജെനിസിസ് എന്ന് പറയുന്നത് മകളാണെന്ന്. മകൾ ഷീ വാസ് ദ മാസ്റ്റർ ബ്രെയിൻ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെന്നോട് നേരിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല അവർ അതിബുദ്ധിമതിയും പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ആളും, പണമുണ്ടാക്കുന്ന കാര്യത്തിൽ അച്ഛനെ ഉപദേശിക്കുന്ന ആളും അച്ഛന് വഴി പറഞ്ഞു കൊടുക്കുന്ന ആളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ലൈംലൈറ്റിലോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അത് മാത്രമല്ല, ഇവരുടെ 2ാം വിവാഹത്തിന് പോലും ഇദ്ദേഹത്തിൻ്റെ മകനെ അങ്ങനെ ചിത്രത്തിലൊന്നും കണ്ടിട്ടില്ല. അതൊരു ചർച്ചാ വിഷയവുമല്ല. എന്തുകൊണ്ടായിരിക്കാം അത്? അല്ല, മകനും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമാനാണ്. മകൻ വളരെ ഈ പറഞ്ഞ പോലെ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ മകനും ഇതിനകത്ത് നിർണായക റോൾ ഉണ്ടെന്നാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. മകനും ഒരു 3rd ക്ലാസ്സിലൊക്കെ പാസ്സായി വിദേശത്ത് പോയ ആളാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് HSBC ബാങ്കിലോ മറ്റോ ആണ് എന്ന് കേൾക്കുന്നു. ചിലർ HSBC ബാങ്കിൽ നിന്ന് രാജിവെച്ചു എന്നും കേൾക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകൻ്റെ ബൗദ്ധിക നിലവാരമുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു ഫോറിൻ ബാങ്കിൽ ജോലി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ പിണറായിയുടെ മകനായതുകൊണ്ടാണ് കിട്ടുന്നത്. പിണറായി വിജയന് ഗൾഫിലുള്ള പിന്നെ ബിസിനസ് സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും പിണറായി വിജയൻ്റെ പണം പാർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, അത് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മകനാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ
അത് ആരോപണങ്ങളാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം മകളെപ്പോലെ വ്യക്തത അതിനില്ല. പക്ഷേ മകനും ഈ കാര്യത്തിൽ മോശക്കാരനല്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും തൻ്റെ കൈ ശുദ്ധമാണെന്നുള്ള പിണറായി വിജയൻ്റെ ഈ വാചാടോപം പിണറായി വിജയൻ്റെ സ്വന്തം മനസാക്ഷി പോലും പിണറായി വിജയൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനോട് ഇങ്ങനെ കൈവച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ മനസാക്ഷി പോലും അത് അനുവദിക്കും എന്ന് നമുക്കൊരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ലാവ്ലിൻ കേസ് പോലെ തന്നെയായിരിക്കും ഈ ഒരു മാസപ്പടി കേസും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത്. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് CBI വന്നിട്ടൊന്നും നടന്നില്ല, പിന്നെയല്ലേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.